രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. മനസ്സ് വളരെ ദുഃഖത്തിലാണ് അവർ. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല അവർ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിൽ വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് എന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക. ഇത് മാത്രമാണ്. അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങൾ. പുള്ളിക്കാരത്തി ഇപ്പോൾ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് പറയുക, അവർക്ക് ഒരു സെഡേഷന്, അത് മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഡിപ്രഷൻ മൂഡ് അതൊക്കെ വരും. അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രത്യേകം. ശരി, ഇത്ര ഡോസ് കൂടിയ മെഡിസിൻ ഒക്കെ കഴിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അതോടൊപ്പം എന്താ പറയാ, ഇത്രയും മാരക രോഗങ്ങളൊക്കെ ബാധിക്കുന്നവർക്ക് ഡിപ്രഷനൊക്കെ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്തായാലും കുറെ നാൾ കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറെ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കിച്ചുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഒരു സൈബർ ബുള്ളിങ് ഒരു നടക്കുന്നത് കാരണം ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. രേണുസുധിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. രേണുസുധി രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും കിച്ചുവിനെ വെല്ലുവിളിക്കുന്നതും കിച്ചുവിനെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. അന്നേരമൊക്കെ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് വെറുതെ ആയതാണേ. എന്നാൽ ബിഷപ്പും കൂടെ വന്നിട്ട് ഈ പയ്യനെതിരെ, അതായത് ഒരു 10-23 വയസ്സുള്ളൂ ഈ പയ്യന്, ആ പയ്യനെതിരെ സംസാരിക്കുന്നുണ്ട്. ഒരു വിഷമം തോന്നി. എന്തായാലും അത് പോട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പൊ ബിഷപ്പും കൂടെ വന്നിട്ട് ഈ പയ്യനെതിരെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയേ. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വിളിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുധി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്റെ കൂടെ ഒരു തീരുമാനമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് ബിഷപ്പിന് എവിടുന്നാണ് ഇങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ പറയാതെ പറയാണ്. പുള്ളിയുടെ വായന അറിയാതെ വീണുപോയി. അതായത് ഇപ്പൊ ബിഷപ്പ് ചെയ്തുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ, രേണുസുധിക്ക് രോഗം വന്നപ്പം രേണുസുധി ഒരു നന്മമരമായി മാറി ബിഷപ്പിന്റെ മുമ്പിൽ. ഇതിനു മുമ്പ് എനിക്ക് ബിഷപ്പിനോടാ പറയാനുള്ളത്. ഈ മുമ്പ് ഞാൻ രേണുസുധിക്കെതിരെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ അതിനൊക്കെ താഴെ വന്ന് ഒരുപാട് കമന്റ് ഇട്ട മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്റെ വീഡിയോ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കൂടിയാണ് ഇത്. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക. അന്നേരം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. രേണുസുധി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഈ ഒരു അച്ഛൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരിക്കുമ്പോൾ രേണുസുധി പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറക്കാം. അദ്ദേഹം അത് ക്ഷമിച്ചു. അദ്ദേഹം അയാളുടെ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ ക്ഷമിച്ചു. നല്ല കാര്യം തന്നെ. ഒരു പുരോഹിതന് ചേർന്ന് തന്നെ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക, അവരോട് ക്ഷമിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. എസ്പെഷ്യലി ഒരു പുരോഹിതനിൽ നിന്ന് അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ഒരാളുടെ കൈ പിടിക്കുമ്പോൾ വേറൊരാളുടെ കൈ അറ്റുകളയാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കണം. കാരണം നിങ്ങളൊരു പുരോഹിതനായിരിക്കെ, അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ആയിരിക്കെ മറ്റുള്ളവരോട് സ്നേഹമായിട്ടും സഹതാപമായിട്ടും പെരുമാറുമ്പോൾ എല്ലാരോടും വേണം. അത് ഒരു പക്ഷക്കാരോട് മാത്രം, വേറൊരു പക്ഷക്കാരോട് മാത്രം അങ്ങനെയല്ല. ഇപ്പൊ രേണുസുധിക്ക് രോഗമാണ്, അതുകൊണ്ട് ഞാൻ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യാം എന്നല്ല വിചാരിക്കണ്ടേ. രേണുസുധി വളർത്തിയ മകനാണെന്ന് പറയുമ്പോൾ ഈ പയ്യനെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. ഈ കൊച്ചു ഓൾറെഡി വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ പുള്ളി ഏറ്റു പറഞ്ഞു. അതൊക്കെ മറന്നിട്ടാണോ നിങ്ങൾ പിന്നെ ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നത്? അത് ശരിയായ ഒരു പുരോഹിതന് പറ്റിയ, അല്ലെങ്കിൽ ഒരു ബിഷപ്പിന് പറ്റിയ ഒരു നിലപാടാണോ അത്? രേണുസുധിയോട് നിങ്ങൾക്ക് സഹതാപം തോന്നും. നമ്മുടെ നാട്ടിലെ പൊതുവെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഏത് കൊള്ളരുതാത്തവനാണെങ്കിലും അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ പാവമായിരുന്നു എന്ന് പറയും. അല്ലെ അവന്റെ രോഗം വന്നാൽ പറയും അയ്യോ ഇതുപോലൊരു പാവം മനുഷ്യൻ, ഇതിന് ഈ ഗതി വന്നല്ലോ എന്ന് പറയും. അത് തന്നെയാണ് രേണുവിനെ ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യം. കാരണം രേണുവിന് രോഗം വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു പാവം നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ചെയ്ത് പോകൂ. അവിടെ ചെയ്തതും പറഞ്ഞതൊക്കെ മറക്കൂ, നല്ല കാര്യം തന്നെ. പക്ഷെ ഒരു 10-23 വയസ്സുള്ള ഒരു പയ്യനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ കൊച്ചു ഓൾറെഡി ഏറ്റു പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും അതിനെ കുത്തി അതിന്റെ മുറിവേപ്പിച്ചിട്ട് അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയാണ്. ബിഷപ്പിന് നന്നായിരുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് അച്ഛനും അമ്മയില്ല ഇപ്പോ. അപ്പൊ ആ അച്ഛനും അമ്മയില്ലാതെ നിൽക്കുന്ന ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യം ബിഷപ്പിനില്ലേ? രേണുവിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ, കൂടെ ഈ കുട്ടീനെയും കൂടി സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ അയാൾക്കെതിരെ വേറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, പോലീസ് എന്നെ വിളിച്ച കാര്യങ്ങളുണ്ട്, പോലീസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച തെളിവുണ്ട്, ഇതെടുത്ത് ഞാൻ പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നത് ഈ ഭീഷണിയൊന്നും ഒരു അച്ഛന് ചേർന്ന, അല്ലെങ്കിൽ ഒരു ബിഷപ്പിന് എസ്പെഷ്യലി നിങ്ങൾക്ക് ചേരുന്ന ഒരു പരിപാടിയേ അല്ല. കാരണം നിങ്ങളുടെ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാട്ടോ ഈ പറയുന്നത്. ബിഷപ്പിന്റെ വായിന്ന് ഒരു വാക്കും കൂടെ വന്നു, ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ അത് എന്റെ തീരുമാനം എന്ന് നിങ്ങൾ പറയുന്നു.
ഈ പറമ്പിൽ ആര് കാല് കുത്തിയാലും അവന്റെ കാല് ഞാൻ വെട്ടും, അല്ലെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളയുമെന്ന് പറയുന്നതിന് തുല്യല്ലേ നിങ്ങൾ ഈ പറയുന്നത്? അതും ഒരു 23 വയസ്സുള്ള പയ്യനോടാ നിങ്ങൾ ഇത് പറയണേന്ന് ഓർമ്മ വേണം. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളൊരു ഫാദർ എന്ന നിലയിൽ, ഒരു ബിഷപ്പ് എന്ന നിലയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇരട്ടത്താപ്പല്ലേ ഈ കൊണ്ടുവരുന്നത്? ഇപ്പൊ രേണുസുതി നന്മമരവും ഈ കൊച്ച് ചീത്ത കൊച്ചുമായി. ഇതെപ്പോ എപ്പോഴാണ് തുടങ്ങിയത്? ബിഷപ്പ് അവരുടെ വീട്ടിൽ നിരന്തരം സന്ദർശിക്കാൻ പോവുകയും അവരുടെ വായന നിരന്തരം ഈ കൊച്ചുവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കേട്ട് കേട്ട് കേട്ടാണ് നിങ്ങൾ ഇപ്പൊ എതിരെ തിരിഞ്ഞത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ കേൾക്കുമ്പോൾ അത് കേട്ട പാടി വിഴുങ്ങിയിട്ട് വന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് തുപ്പുകയല്ല വേണ്ടത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത് ഞാൻ പറയേണ്ട കാര്യങ്ങളാണോ എന്ന് ചിന്തിച്ചു വേണം നിങ്ങൾ ഉത്തരം പറയാൻ. കാരണം നിങ്ങൾ ഒരു ബിഷപ്പായിട്ട്, എന്താ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ബിഷപ്പോ എന്താന്നാ നിങ്ങൾ പറയുന്നത്? അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ കുറച്ച് നോക്കി കണ്ട് സംസാരിക്കണം. ഈ മാതിരി വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വന്ന് തുപ്പുകയല്ല വേണ്ടത്. നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു സമൂഹത്തിനെ രക്ഷിക്കാൻ നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ നടക്കുന്ന ആള്, ഒരു വിധവയെ സഹായിക്കാൻ നടക്കുന്ന ആള്, ആരോരും ഇല്ലാത്തവരെ സഹായിക്കാൻ നടക്കുന്ന ആള് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ പഠിക്ക കണ്ട് കലവടച്ച പോലെ ആയല്ലോ ബിഷപ്പിന്റെ വർത്താനവും രീതികളും. നിങ്ങൾ രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ എതിരല്ല, ഭയങ്കര സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു രോഗക്കിടക്കയിൽ കിടക്കുന്ന ആളോട് ക്ഷമിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ മാനസിക ആരോഗ്യമൊക്കെ നോക്കേണ്ടത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ നന്നായി ചെയ്യുന്നു, അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ അമ്മ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അമ്മ എന്നത് വലിയൊരു ശക്തിയാണ്, ഒരു ബലമാണ്. ആ കുഞ്ഞിനെ ഇങ്ങനെ തള്ളി പറയുന്നത് ശരിയാണോ? അതൊരു അവള് ചെയ്യുന്നത് പോട്ടെ, രേണുസുതി ചെയ്യുന്ന പോട്ടെ, ബിഷപ്പുങ്ങളുടെ ഒരു ബുദ്ധി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ വന്ന് പറയുന്നത് ശരിയാണോ? ഇത് മാത്രമാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ബിഷപ്പിനെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് യാതൊരു നിലപാടില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പഴഞ്ചൊല്ലുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയല്ലേ നിങ്ങൾ? ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞതും അവർക്കെതിരെ സംസാരിച്ചതും അവര് നിങ്ങൾക്കെതിരെ സംസാരിച്ചതും ഒക്കെ നിങ്ങൾ ഓർത്ത് നോക്ക്. നല്ല കാര്യം തന്നെ. ക്ഷമിക്കുക, സഹിക്കുക, സഹകരിച്ച് മുമ്പോട്ട് പോവുക. പക്ഷെ ഒരാളുടെ കൈ പിടിക്കുന്നൊപ്പം വേറൊരാളെ നശിപ്പിക്കാതിരിക്കുക. രേണുവിന്റെ കൈ പിടിക്കൂ, രേണുവിനെ സപ്പോർട്ട് ചെയ്യൂ, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. രേണുവിനെ ഒരു കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്ന പോലെ ആ പയ്യനെയും കൈവിടാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.